ഹലോ, ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ ക്രിസ്പി പക്കാവടയാണ്. അത് ഞാൻ വെജിറ്റബിൾ വെച്ചാണ് പക്കാവട ഉണ്ടാക്കുന്നത്. ഇത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക നന്നായി വാഷ് ചെയ്ത് തുടച്ചെടുത്തതിന് ശേഷം കത്തി വെച്ച് ഇങ്ങനെ കീറിയെടുക്കുന്നതാണ്. ഇങ്ങനെ കുറുകെ മുറിച്ചിട്ട് കുഞ്ഞായിട്ട് പീസായിട്ട് കീറി ഒറ്റ ഇതിൽ തന്നെ ഇങ്ങനെ എടുക്കണം. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ കപ്പ് കടലമാവ്, മൈദ ഒരു അരക്കപ്പ്, അരിപ്പൊടി അതും ഒരു 1/4 കപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യമായത് കുറച്ച് കുതിർത്ത മുളക്, അല്ലാതെ മുളക് പൊടി വേണമെങ്കിലും എടുക്കാം. ഞാൻ പിരിയൻ മുളക് പൊടി ഇല്ലാത്തത് കാരണം ഇത് കുതിർത്തിട്ട് ഒരു 1/4 സ്പൂണ് കുരുമുളകും ഒരു 2 കുഞ്ഞ് ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ചതാണ്. ഇത് ആവശ്യത്തിന് നമുക്ക് അവരവരുടെ എരിവ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3 സ്പൂണ് ചേർത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം ചിക്കൻ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അതൊരു കുഞ്ഞ് സ്പൂണ് ചേർത്താൽ മതിയാവും. പിന്നെ അടുത്തതായി ചേർക്കുന്നത് പെരിഞ്ജീരകം മാത്രമല്ല, മൊത്തം മസാലകൾ ചേർത്ത് കറി മസാല ആയിട്ട് പൊടിച്ചെടുത്ത പൊടി അത് ഒരു ചെറിയ സ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായത് കായപ്പൊടിയാണ്. കായപ്പൊടി ഇത്തിരി ഒരു 1/2 സ്പൂണ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ഞാനിവിടെ ഒരു 1/2 സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് അടുത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കലക്കി യോജിപ്പിച്ച് കൊടുക്കണം. മാവെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഇതാണ് അതിൻ്റെ പരുവം. ഇതാണ് ഇതേ കണക്കിന്. ഞാൻ പിന്നെ ലേശം ഉപ്പും കൂടെ വീണ്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് റസ്ക് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. റസ്ക് ഒരു 10 എണ്ണം മിക്സിയിൽ പൊടിച്ചെടുത്ത്, അല്ലെങ്കിൽ കല്ലിൽ വെച്ച് പൊടിച്ചാലും മതി. ഇതിൽ ക്ലോട്ട് ചെയ്യാനാണ്, മുക്കിയിട്ട് ക്ലോട്ട് ചെയ്യാം. അപ്പോഴാണ് ക്രിസ്പിയായി വരുന്നത്. പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ മുക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചെയ്ത് കോട്ട് ചെയ്ത് വെക്കണം എല്ലാം. ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പക്കാവടയാണ്. വളരെ ടേസ്റ്റുമാണ് കഴിക്കാനായി. നല്ല ക്രിസ്പിയാണ്. ഇതേപോലെ എല്ലാം മുക്കി ബ്രെഡിൽ ഇതെല്ലാം ഇങ്ങനെ ബ്രെഡിൽ മുക്കി ഇതിനെ ഫോൾഡ് ചെയ്തെടുത്ത് വയ്ക്കാം. എല്ലാം ബ്രെഡ് പൊടിയിൽ ഫോൾഡ് ചെയ്ത് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ.
എണ്ണ അല്പം കൂടെ ചൂടാവാനുണ്ടായിരുന്നേ, ഇപ്പം ചൂടായി. ഇനി ഓരോ പീസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ അല്പം ഓഫ് ചെയ്ത് തീ കുറച്ച് വെച്ച് കൊടുക്കണം. എല്ലാം ഇവിടെ പൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഫസ്റ്റ് പൊരിച്ചെടുത്തത് എരിവ് അല്പം കുറവ്, അതുകൊണ്ട് ഞാൻ മുളകിൻ്റെ ക്രീം കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നിലും കോരി ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ആക്കി അങ്ങ് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് അടുത്തിടണേ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ പൊരിച്ച് പോരാം. വെജിറ്റബിൾ ക്രിസ്പി പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് രുചിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. ബൈ.